3, 2, 1 ആക്ഷൻ. എന്നോട് പ്രത്യേകം പറയണ്ടേ അതെ 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 മെറീനയുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് പറയോ? ടേക്ക് ഓഫ്. അതെ അതെ. ബിബിന്റെ റെപ്യൂട്ടേഷൻ കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് ചെല്ലുന്നത്. വൈഫ് പറയും എനിക്ക് ബിബിൻ ചേട്ടന്റെ പിന്നാലെ നടക്കാൻ അല്ലാതെ ദൈവമേ. കൂടലോണ്ടുള്ള ഒരു ഗുണം കിട്ടിയ നല്ലൊരു സുഹൃത്തിനെ എനിക്ക് കിട്ടി. മെറീനയും പ്രൊമോഷന് കൊണ്ടുവരാൻ സിനിമാ ലോകം ഭയക്കുന്നുണ്ടോ? അതെന്താ അങ്ങനെ? അല്ല, മെറീന വാ തുറന്നാല് സ്പോയിലർ ആണെന്ന് പറഞ്ഞു. ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് കൂടൽ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ ക്രൂ ആണ്. വെൽക്കം. അപ്പോൾ ഒരു യാത്ര അല്ലേ, പരസ്പരം അറിയാത്ത കുറച്ച് പേരുടെ ഒരു യാത്ര. അപ്പോൾ അങ്ങനെ ഒരു തീം നമ്മുടെ മലയാളം മൂവിയിൽ ഒരു ഫസ്റ്റ് ടൈം ആണോ അങ്ങനെ ഒരു തീം? അങ്ങനെ യാത്ര കുറെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇതിനൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. യാത്ര ഇപ്പൊ നമുക്ക് പഴയ റെസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന സിനിമയൊക്കെ ഈ ഒരു മൂടുള്ളതാണ്. പക്ഷെ ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാല് മലയാളത്തിൽ ഇപ്പൊ ക്യാമ്പിങ് ഭയങ്കര സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ക്യാമ്പിംഗ് ഉണ്ടല്ലോ. ഒരു ഏരിയയിൽ പോയി നിൽക്കുക, അവിടെ വൈബാക്കുക, കുറച്ച് എന്താ പറയുന്നത് ഒരു സോഷ്യലൈസിങ്. അപ്പൊ അത് ട്രെൻഡ് ആയതുകൊണ്ട് ആ ബേസ് ചെയ്തിട്ടാണ് ഈ കഥ. അത് ആദ്യമായിട്ടാണ് പശ്ചാത്തലത്തിൽ ആദ്യമായിട്ടാണ്. അങ്ങനെ പോയിട്ടുണ്ടോ ശരിക്കും? ഇനി പോകാൻ പോകുന്നു. ആക്ച്വലി അതില് ഈ ക്യാമ്പ് നടത്തുന്ന ആളായിട്ടാണ് ഞാന്. അപ്പൊ ഞാൻ പലതവണ ഇവരോട് ഒരു ദിവസം നമുക്ക് പിടിക്കാന്ന് പറഞ്ഞു. പിന്നെ എന്റെ തിരക്കായതുകൊണ്ടും ഇടയ്ക്ക് അവരുടെ തിരക്കായതുകൊണ്ടും നടന്നില്ല. പക്ഷെ ആ ക്യാരക്ടർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ ക്യാമ്പിന്റെ യൂട്യൂബിൽ വീഡിയോസ് കുറെ കണ്ടു. അങ്ങനെയാണ് ഞാൻ ഈ പരിപാടി ചെയ്തത്. ഇപ്പൊ അതൊരു ട്രെൻഡായിട്ട് വരുന്നുണ്ട്. ട്രെൻഡായിട്ട് അങ്ങനെ പോയിട്ടുണ്ടോ? അതിൽ അല്ലെങ്കിൽ പോവാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? അങ്ങനെ ഒരു ട്രിപ്പ് പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം പരിചയമില്ലാത്ത കുറെ പേരായിട്ട് നമുക്ക് അവരെ പരിചയപ്പെടാം. ഒത്തിരി അവരുടെ ലൈഫുകൾ അറിയാൻ പറ്റും. അങ്ങനെ അതൊരു സന്തോഷമല്ലേ? ഇപ്പൊ ട്രെൻഡാണത്. ആണ്. നമുക്കൊരു പേടി തോന്നുമോ എപ്പോഴെങ്കിലും? ഓ, അത്രയും സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ ഇങ്ങനെ പോവും, ലൈക്ക് അങ്ങനത്തെ ഒരു ചിന്തയും കൂടെ വരുമോ മനസ്സിൽ? അത് നമ്മൾ ഒരു ക്യാമ്പ് നടത്തുമ്പോൾ അവരുടെ റെപ്യൂട്ടേഷനും കൂടി ഉണ്ടല്ലോ. നമ്മൾ നോക്കുമല്ലോ, നമ്മളൊരു ഭക്ഷണം ചെയ്യുമ്പോൾ നല്ലൊരു ഹോട്ടലാണെന്ന് കരുതിയിട്ടല്ലേ പോകുന്നത്. അതെ 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 അതെ. എല്ലാത്തിലും ഒരു ലക്കും കൂടെ ഉണ്ട് അല്ലേ, ഒരു ഫാക്ടർ. അതെ അതെ അതെ. മെറീനയുടെ അതെ അതെ. എന്നോട് പ്രത്യേകം പറയണ്ടേ അതെ അതെ അതെ. ഈ സിനിമയിലും പിന്നെ ബിബിന്റെ റെപ്യൂട്ടേഷൻ കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് ചെല്ലുന്നത്. ബിബിനാണ് അതിന്റെ അകത്തെ ഞാനിങ്ങനെ ഇതിനു മുമ്പ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ജഗദീഷേട്ടനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജഗദീഷേട്ടൻ എന്തുകൊണ്ട് ഈ സിനിമ എടുത്തത്? പറഞ്ഞു ചക്കോച്ചൻ ചൂസ് ചെയ്ത മൂവിയല്ലേ, അതുകൊണ്ട് നമുക്ക് ധൈര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറൊരു മൂവിയുടെ വന്നപ്പോഴത്തേക്ക് പറഞ്ഞു അത് ആസിഫ് ഉണ്ടല്ലോ അതില്, അപ്പൊ അതുകൊണ്ട്. അപ്പൊ നായകന് സത്യം പറഞ്ഞ ഒരു പ്രഷർ ഉണ്ടോ? പിന്നെ അതുണ്ടാവും. പ്രഷർ എന്നല്ല ഇതിനെ പറയുന്നത്, നമ്മളുടെ ഷോൾഡറിലാണ് സിനിമ. അതായത് ഇത് എന്ത് സംഭവിച്ചാലും ഡയറക്ടർക്കും ഈ പറയുന്ന ഹീറോയ്ക്കും ആയിരിക്കും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്നതാണെങ്കിൽ പ്രൊഡ്യൂസർക്കും. അങ്ങനെയാണ് ഇതിന്റെ ഒരു കണക്ക്. ബാക്കി എല്ലാവരും അതിൽ ഭാഗവത്താവുന്നു എന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതെ അതെ അതെ. ഇത് തഞ്ചാവൂർ തലയാട്ട ഇവിടെ ഇപ്പൊ ഏറിയെടുത്ത് താഴെ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് മിണ്ടാത്ത ചോദിച്ചു ഇതിൽ ഇല്ല, ഞങ്ങൾ തമ്മിലുള്ള ഒരു ആത്മബന്ധം വെച്ചിട്ട് എയർപോർട്ട് വിടാൻ പറ്റില്ല. മെറീനയുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് പറയോ? റെഡിയല്ലേ? ഫ്ലൈറ്റ് റെഡി. ടേക്ക് ഓഫ്. 3, 2, 1 ആക്ഷൻ. ഓക്കെ. അപ്പം എന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് എനിക്കൊന്ന് കൂടുതൽ സീക്വൻസ് ഉണ്ടായിരുന്നത് കോയമ്പത്തൂർ വെച്ചിട്ടാണ്. അപ്പം ഇതിൽ 4 നായികമാരിലൊരു ക്യാരക്ടറാണ്. വിപിനൊക്കെ ആയിട്ടും പിന്നെ ഈ ഇതിലുള്ള മറ്റു കഥാപാത്രങ്ങളായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിട്ട് വരുന്നൊരു ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു കുറച്ചൊരു സെക്കൻഡ് ഹാഫ് ആ ഒരു പോർഷനിലൊക്കെ കൂടുതലും ഇൻവോൾവ് ആയിട്ട് വരുന്നൊരു ഇതാ. പിന്നെ ക്യാമ്പിന്റെ ഇതിലൊക്കെ സ്റ്റോറേജ് ഫിലിം നോൺ ലീനിയർ ആയിട്ട് വരുന്നുണ്ട്. ത്രൂ ഔട്ട് തന്നെ ഉണ്ടാവും. ക്യാരക്ടർ നോൺ ലീനിയർ ആയിട്ടാണ് എഡിറ്റിംഗ് വന്നിട്ടുള്ളത്.
introduction ആണ്. ആ പറയും. ഒന്നും മിണ്ടുന്നില്ല. കുറച്ച് ഭാഗമുള്ളത് മറീന പറഞ്ഞപ്പോൾ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞാൽ വിഷ്വലി കാണുന്ന സമയത്ത് ഫുൾ ത്രൂ ഔട്ട് ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. മെറീന ശരിക്കും ഈ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കുറെ ട്രാവൽ ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആളാണോ? ഞാൻ യാത്രകൾ ചെയ്യാറുണ്ട്, പക്ഷെ അത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള. ഇപ്പൊ ഇവര് സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ശരിക്കും ആലോചിക്കായിരുന്നു, താങ്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, എങ്ങനെ പേടി ഉണ്ടാവും എന്നുള്ളൊരു സാധനം, അതുള്ളൊരു ആള് തന്നെ ഞാൻ. അപ്പൊ ചേച്ചി അതിന് കറക്റ്റ് ഒരു ഇത് പറഞ്ഞു, അതിനൊരു റെപ്യൂട്ടേഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ ചിന്തിച്ചിട്ടില്ല അതുവരെ. ബട്ട് ഒരു സ്ട്രേഞ്ചർ ക്യാമ്പ് എന്ന് പറയുന്നത് എനിക്കിപ്പോഴും ഒരു ടെൻഷനാണ്. ആൾക്കാർ നമ്മളെങ്ങനെ ആണോ അല്ലെങ്കിൽ അവര് എങ്ങനെ ബിഹേവ് ചെയ്യും, ആ സാധനമൊക്കെ ഇപ്പോഴും എന്റെ മൈൻഡിലുണ്ട്. ബട്ട് കൂടുതൽ ഞാൻ സോളോ ചെയ്തിട്ടുണ്ട്, പിന്നെ വളരെ അടുത്ത സുഹൃത്തുക്കളുടെ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ മെറീനയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഒരു സ്ട്രേഞ്ചർ ക്യാമ്പ് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഇനി ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിന്റെ രസം നമുക്ക് ചിലപ്പോ അറിയാൻ പറ്റത്തില്ല. കാരണം പുള്ളിക്കാരത്തെ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പൊ അവരും ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലെ ബിഹേവിയർ, ഒറിജിനൽ സാധനം നമ്മളിൽ കിട്ടത്തില്ല. മനസ്സിലായി, ഒരു പോളിഷ്ഡ് മനസ്സമാധാനമായിട്ടൊന്ന് വായ നോക്കാൻ പോലും പറ്റില്ല അല്ലേ? സെലിബ്രിറ്റികളുടെ ഓരോ കഷ്ടപ്പാടുകളല്ലേ. അല്ല, കഷ്ടപ്പാടിനല്ല, അല്ലെങ്കിൽ നമ്മളിപ്പോ നമുക്ക് ആ സ്കൂൾ ടൈമിലൊക്കെ ഉള്ള ഒരു സാധനം ഉണ്ടാവുമല്ലോ. ഞാന് തായ്ലൻഡിലെ കുറെ നാൾക്ക് ശേഷമാണ് തായ്ലൻഡിൽ പോയത്. അപ്പൊ ഞാൻ പണ്ട് അമരപ്രന്തോട് എഴുതുന്നതിന് മുമ്പ് പോയതാ. അപ്പൊ അവിടെ പോയി, അപ്പൊ നമ്മളെന്താ വിചാരിക, ആ മൂഡ് തന്നെയാന്ന് പറഞ്ഞിരിക്കുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിന്നപ്പോഴേക്കും ഇങ്ങനെ ആളുകൾ ചുറ്റും കൂടിയാണ്, തിരിച്ചറിയുന്നത് മൊത്തം മാറി. ഞാൻ പറഞ്ഞ മനസ്സിലായോ, മൊത്തം മാറി. അപ്പൊ ഇനി ആ പഴയ പോലെ ഫ്രീഡത്തിൽ അവിടെ ഇറങ്ങിയെടുക്കാൻ ഒന്നും നമുക്ക് ചിലപ്പോ പറ്റത്തില്ല. ഇപ്പൊ തായ്ലൻഡിലൊക്കെ ഒത്തിരി മലയാളീസും വരുന്നുണ്ട്. വേറൊരാള് പറഞ്ഞു, അനുഭവിക്കും, നീയൊക്കെ തന്നെയല്ലേ ഇവിടെ ഇത്ര ഫേമസ് ആക്കിയത്. മനസമാധാനമായിട്ടൊന്ന് ചില്ല് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ആളുകൾ കുറെ കൂടുന്നുണ്ട്, ഭയങ്കരമായിട്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. നമ്മളെ നേരത്തെ തായ്ലൻഡിൽ പോയിരുന്നപ്പോ ഒരു മനുഷ്യനില്ലല്ലോ, ഇല്ല, അടിപൊളിയായിട്ട് എങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാം. അല്ലാണ്ട് ആളുകൾ കൂടണം എപ്പോഴും നമുക്ക് സന്തോഷം. ആള് കുറഞ്ഞാലാണ് ഒരു ആർട്ടിസ്റ്റ് വിഷമിക്കുന്നത്. എങ്ങനെയായിരുന്നു കൂടുതൽ സംഭവിച്ചത് ഈ ഒരു മൂവിയുടെ ഹാപ്പനിങ് എങ്ങനെയായിരുന്നു? ഇതിൽ 2 ഡയറക്ടേഴ്സാണ്, ഷാനു കക്കൂർ ആൻഡ് ഷാഫി എപ്പിക്കാട്. അപ്പോൾ രണ്ടാളും നമ്മളെ സുഹൃത്ത് വലയത്തിൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എന്നോട് ഷാഫിയാണ് ആദ്യം പറയണത്. ആ സമയത്ത് ഞാൻ പുറത്തായിരുന്നു, ഖത്തറിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് കേട്ട് അപ്പോൾ ഒരു വെറൈറ്റി, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പും മൊത്തത്തിൽ വർക്കൊക്കെ ഒരു പുതുമായിട്ട് തോന്നുന്നുണ്ട്. കാരണം അപ്പോൾ ആ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ അവിടുന്ന് കുറ്റിയും പറിച്ച് പോന്നു. ഇപ്പോൾ ഈ സിനിമൻ്റെ കാര്യങ്ങളായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഇതിൻ്റെ വിഷ്വൽസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യണ പോലെ തന്നെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഹിൽ സ്റ്റേഷനിൽ വെച്ചിട്ട് നടക്കുന്ന പരിപാടി. അതിന്റെ ഒരു മൂഡ്, അതിന്റെ ഒരു ടോട്ടൽ സിനിമയുടെ ഒരു കൂൾ ഒരു ആ പാട്ടിലുണ്ട്. നമ്മള് സെറ്റ് ഇട്ടേക്കുന്ന സ്ഥലം ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടെന്ന് തോന്നുമല്ലോ. അവിടെ ഉണ്ടോ? മാറ്റിയിട്ടില്ല. അതൊരു ഭയങ്കര രസമുള്ള ആ ഒരു ക്യാമ്പ് അങ്ങനെ തന്നെ അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഉള്ളൊരു ക്യാമ്പായിരുന്നു, പക്ഷെ നമ്മളെ കളർഫുൾ മാറ്റങ്ങളൊക്കെ അതേപോലെ തന്നെ. ബിബിൻ ചേട്ടന്റെ ലുക്കും കുറച്ചുകൂടെ നല്ല വേറൊരു, നമ്മൾ ഇതുവരെ കാണാത്തൊരു സംഭവമാണ് അല്ലേ? മുടി അതേപോലെ മറ്റേ ഒരു പോഞ്ചോ ടൈപ്പ് ഷ്രഗ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ലുക്കായിരുന്നു. അതിനെന്താ പറയുന്നത്? പോഞ്ചോ. മനസ്സിലാക്കുക അങ്ങനെ എങ്ങനെ ആ സാധനം അതല്ലേ പോഞ്ചോ? അതല്ലേ ആദിത്യ അവളെപ്പോഴും പറയും, എടി ഇത് ചവിട്ടി വെട്ടിക്കേറ്റി. പക്ഷെ ആക്ച്വലി അവളില്ലേ, ആ നിങ്ങൾ ആ ഡ്രസ്സ് നോക്കിയാൽ അറിയാം, ഒരു വെള്ളയുടെ ഒപ്പമുള്ള ഡ്രസ്സായിരുന്നു. കൈ കൊണ്ട് 3 ദിവസം കൊണ്ട് ഉണ്ടാക്കിയതാ. എന്തായാലും വേറെന്തോ പേര് പറയുമല്ലോ, അങ്ങനെ ക്രോഷേറ്റോ അങ്ങനെ എന്താണ്? വേറെ, അതും പക്ഷെ കൈ കൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ? വേറെ ഒരു സംഭവം, നീഡിൽ വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇത് അങ്ങനെയല്ല, നൂലിങ്ങനെ വലിച്ചു കുറെ പണി ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത്. കോസ്റ്റ്യൂം ഡിസൈനർ അതിനുവേണ്ടി, ഈ ഒരു ലുക്കിന് വേണ്ടി കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഫ്രീക്കായിട്ട് ഇങ്ങനെ നടക്കാനായിട്ട് ശരിക്കും ആഗ്രഹിച്ചിട്ടുള്ള ഒരു ലുക്കായിരുന്നു ഈ ഒരു ലുക്ക്. സത്യമായിട്ടും ഇല്ല, എന്നെ എന്തോ കൊലപാതകമൊക്കെ ചെയ്തിട്ട് ഞാൻ ഒളിച്ചിരിക്കുന്ന പോലത്തെ ഒരു ഫീൽ ആയിരുന്നു എനിക്ക്.
കാരണം എനിക്ക് ഭയങ്കര അൺകംഫർട്ട് ആയിരുന്നു. കാരണം ഞാൻ ഇതുവരെ അങ്ങനെ ഇട്ടിട്ടില്ല. പിന്നെ ഒന്നും ഈ ചാർലിയുടെ റെഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ എന്തോ ഒരു കൊറേ ദിവസം എടുത്തു. മുകേഷേട്ടൻ നിൽക്കില്ലേ ഇടയ്ക്ക് ഇങ്ങനെ ഞാനല്ലേ സ്വയം ട്രോളിക്കൊണ്ടിരിക്കുവായിരുന്നു. എനിക്ക് ഈ ഡ്രസ്സിൽ എന്നെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പിന്നെ ഷൂട്ട് നടക്കുമ്പോ തന്നെ ഇങ്ങനെ ചോദിക്കുകയാണല്ലോ, ഓക്കെ ആണോ, ഓക്കെ ആണോ. കാരണം നമുക്ക് എന്ത് ഡ്രസ് ഉണ്ടെങ്കിലും. പക്ഷെ അങ്ങനെ ഒരു ബൊഹീമിയൻ ലുക്കുള്ള ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. അങ്ങനെ നടക്കുന്ന ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ആ രീതിയിൽ വളകളൊക്കെ ഇട്ട് പിന്നെ എത്രയോ പേരുണ്ട്. ഇതെന്താ വെച്ചാൽ നമ്മൾ ഇത്രയും ആളുകൾ കൂടുന്ന ഒരു പരിപാടിയിൽ ഒരു സെപ്പറേഷൻ വേണം എന്നുള്ളൊരു സംഭവം തന്നെയാണ്. അതെ, ഓരോ ക്യാരക്ടറിനും ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു ലുക്ക്. ചേച്ചി, നമ്മൾ ഇപ്പോൾ ഏതൊരു സിനിമയാണെങ്കിലും അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് കുറച്ച് മൊമെന്റ്സ് കാണുമല്ലോ, നമ്മുടെ സിനിമ എല്ലാം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. ഈ ഒരു സിനിമയിൽ അങ്ങനെ അൺഫോർഗറ്റബിൾ ആയിട്ട് എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടായിട്ടുണ്ടോ? ഞാനൊരു 10 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്കിപ്പോഴും മറക്കാൻ പറ്റാത്ത ആ ക്യാമ്പിൻ്റെ മൂഡ് തന്നെയാണ് ഇപ്പോഴും. കാരണം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന കുട്ടികളും എല്ലാവരും, ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ വരും. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു മൊമെന്റ് എന്നല്ല. എനിക്ക് ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നേ. ഇവര് ഭയങ്കര വൻ അടിച്ചുപൊളിയായിരുന്നു ഇവിടെ. ഫുൾ ഗ്യാങ്, ആ പിള്ളേര്, അതായത് ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അഖിൽ ഷാ, കാസർഗോഡത്തുള്ള റാഫി ചക്കപ്പഴം, ചേച്ചിയൊക്കെ റാഫി ചക്കപ്പഴം, ഇവരെല്ലാവരും എപ്പോ നോക്കിയാലും ചെറിയ ബ്രേക്ക് കിട്ടിയാൽ മതി. എന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ലോഡ് ഡയലോഗാണ്. ഈ ഡയലോഗ് അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ പറയാത്ത രീതിയിലുള്ള മറ്റേ സാഹിത്യവും എല്ലാം കൂടി കൂട്ടിക്കിടത്തിയൊരു ടെൻഷൻ തെറ്റിക്കോ ഭയങ്കര പാടായിരുന്നു. കുറച്ചുകൂടി ലൗഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാന്ന് തോന്നുന്നല്ലേ. നമ്മളൊരു ക്യാമ്പിനെ റെഫറൻസ് ചെയ്യുമ്പോൾ നമ്മള് ശബ്ദം നല്ല ഉയർത്തി പറയണം, കോൺഫിഡൻസോടെ പറയണം. പിന്നെ അറ്റൻഷൻ എപ്പോഴും സീക്ക് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മള് ആ ഡയലോഗ് അങ്ങനെ തന്നെ പഠിച്ചത്. പിന്നെ അത് എനിക്ക് പ്രോംപ്റ്റിങ് അറിഞ്ഞൂടാ. ശരിക്കും പറഞ്ഞ പ്രോംപ്റ്റിങ് പഠിക്കണം. അതും ഈ പ്രോംപ്റ്റിങ് പറഞ്ഞു കേട്ട് പ്രോംപ്റ്റിങ്ങോടെ തുടങ്ങിയപ്പോ അങ്ങോട്ട് ശ്രദ്ധ പോകും. അപ്പൊ അങ്ങനത്തെ ഭയങ്കര ഡാൻസും പാട്ടും ഞങ്ങളെല്ലാവരും ഡാൻസ്. നമ്മളൊന്നും ഏജ് ഒരു പ്രശ്നമേ അല്ലേ. എനിക്കൊന്നും അവരുടെ കൂടെ തന്നെ അവരെക്കാൾ ഏറ്റവും ഇളയാളായിട്ട് ഭയങ്കര ശരിക്കും എൻജോയ് ചെയ്തു കുറച്ച് ദിവസം. ശരിക്കും എൻജോയ് ചെയ്തു. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു മെറീന, ബിപിൻ ചേട്ടൻ പറഞ്ഞില്ലേ ഇപ്പൊ തായ്ലൻഡിലൊക്കെ പോയപ്പോഴത്തേക്ക് ആദ്യം പോയ പോലെ അല്ലെന്ന്. അപ്പൊ നമ്മൾ സിനിമയിൽ വരുമോ അല്ലെങ്കിൽ കുറച്ച് ഫെയിം വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പ്ലസ് പോയിന്റ്സും കിട്ടും, നമ്മുടെ ലൈഫിൽ നിന്ന് ചില കാര്യങ്ങൾ പോകുകയും ചെയ്യും. അങ്ങനെ മെറീനയ്ക്ക് ഫെയിം കൊണ്ടു തന്ന ഒരു കാര്യവും അതുപോലെ മെറീനയുടെ അടുത്തു നിന്ന് പോയ ഒരു കാര്യം എന്തായിരിക്കും? പോയ കാര്യം ഈ പറഞ്ഞ പോലെ പ്രൈവസി പറഞ്ഞ പോലെ നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആൾക്കാർക്ക് എൻ്റെ പേരോ അങ്ങനെയൊന്നും അറിയണ്ടാവില്ല. പക്ഷെ മുടിയൊക്കെ കണ്ടിട്ട് ആൾക്കാർ ഇവരെ ഞാൻ എവിടെയോ ആ സാധനം ഉണ്ട്. പിന്നെ കൊണ്ടുതന്ന കാര്യം ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുതന്നിട്ടുണ്ട്. നല്ല കോണ്ടാക്ട്സ് കൊണ്ടുതന്നിട്ടുണ്ട്, കുറെ നല്ല ആൾക്കാരെ, കുറച്ച് വിവരമുള്ള ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, പൈസ കൊണ്ട് തന്നിട്ടുണ്ട്, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ബെറ്റർ ആയി, ലൈഫ് സ്റ്റൈൽ ബെറ്റർ ആയി, എനിക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ വീട്ടുകാർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റി. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. ബിപിൻ ചേട്ടന് പറയുകയാണെങ്കിലും ഈ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണോ? അതിലൊക്കെ ഉപരിയായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നടനാവണമെന്നുള്ള ആഗ്രഹം അത് നടന്നതിലുള്ള കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാ പരിപാടിയും. അത് നായകന് ഞാൻ മറ്റേ ബോംബ് ഇല്ലേ, ഞാൻ പത്മയില് 100 ദിവസം ഓടിയ പടമാണത്. പക്ഷെ ഇവിടെ പത്മയില് 70 സംതിങ് ആണ് ഓടിയത്. പക്ഷെ 50 ദിവസവും നിങ്ങൾ പറഞ്ഞു വിശ്വസിക്കില്ല, 50 ദിവസം. കാരണം അന്ന് വെള്ളപ്പൊക്കമായിട്ട് ഞാൻ ആൽവിൻ ചേട്ടന്റെ വീട്ടിലെ താമസം തൊട്ടടുത്ത് തന്നെ. 50 ദിവസവും ഞാൻ പോയിട്ട് ഇങ്ങനെ നിന്ന് കാണൂടി ഇങ്ങനെ അത്രയും വർഷത്തെ അതിങ്ങനെ കാണും. എന്നിട്ട് ഞാനിങ്ങനെ സ്ക്രീനിട്ട് നോക്കിയിട്ട് ഓഡിയൻസ് എന്താ ചിരിക്കുന്നുണ്ടോ, കരയുന്നുണ്ടോ. അത് എനിക്ക് ഇപ്പോഴും കിക്ക് മാറിയിട്ടുള്ളതാണ്. അതായത് ഇപ്പോഴും കിക്ക് മാറാനായിട്ട് അധികം സിനിമ ചെയ്തിട്ടില്ല. എന്നാലും ഞാൻ എന്താണെങ്കിലും പടം വിജയിക്കോ പരാജയപ്പെടുകയോ ഇതൊന്നും എന്റെ വിഷയമല്ല. ഞാൻ ഇത് ചെയ്യുന്നുണ്ട്, ഞാൻ പണിയെടുക്കുന്നുണ്ട്, ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇതിൽ ഭയങ്കര ഹാപ്പി. അങ്ങനെ എത്ര ദിവസം കണ്ടോണ്ടിരുന്നു? 50 ദിവസത്തിൽ കൂടുതൽ കണ്ടിട്ടുണ്ട് എന്റെ ഓർമ്മയിൽ. കാരണം എന്താ വെച്ചാല് എല്ലാ ദിവസവും പോവായിരുന്നു ഷോയ്ക്ക്, എല്ലാ ദിവസവും. ആൽബിനോടെ ആയിരുന്നപ്പോ ഫുള്ള്, കാരണം വെള്ളപ്പൊക്കമായിട്ടില്ലേ, പത്മ അടച്ചിട്ടുണ്ടായില്ല.
ഫാമിലിയിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിലോ ഏറ്റവും ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് നമ്മൾ എന്ത് വിചാരിക്കുന്ന പോലും തോന്നാതെ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് തന്നെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് എന്ത് ഒപ്പീനിയൻ ഉണ്ടെങ്കിലും പറയുന്ന ആളാരാ? എന്നോടോ? മോശമാണെങ്കിൽ മോശമാണെന്ന് പറയും, നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും. കുറെ പേരുണ്ട്. എന്റെ ഏറ്റവും അടുത്ത് ഇപ്പൊ കൂടെ നിൽക്കുന്ന, ഞാൻ ചീത്ത പറഞ്ഞാൽ കേൾക്കുന്ന 2-3 കൂട്ടുകാരെ ഉള്ളു ഇപ്പൊ. അങ്ങനെയുണ്ടല്ലോ, നമ്മള് നേരത്തെ ചീത്ത പറയുമായിരുന്നെ. ചീത്ത പറയുമ്പോ അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടാന്ന് വിചാരിച്ചു. ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ചീത്ത പറഞ്ഞത്. നീ അത് ഇപ്പൊ ഇൻഷർട്ട് ചെയ്യേണ്ട സ്ഥലത്ത് ഇൻഷർട്ട് ചെയ്തില്ലെങ്കിൽ ഇൻഷർട്ട് ചെയ്യടാന്ന് പറയുമ്പോൾ ചീത്ത പറയുമല്ലോ. അത് ചിലപ്പോ ചിലർക്ക് ഇഷ്ടമായിരിക്കില്ല. അത് പക്ഷെ അവരവിടെ പ്രകടിപ്പിക്കില്ല. കാരണം നമ്മളെ കൊണ്ട് എന്തെങ്കിലും ആ സമയത്ത് ഗുണമുള്ളതുകൊണ്ട് അവർ അവിടെ മിണ്ടില്ല. പിന്നെ എപ്പോഴെങ്കിലും നമ്മളൊന്ന് ഡൗൺ ആവുമല്ലോ, ആ സമയത്ത് അത് പറയുമ്പോ അവര് നമ്മളോട് തിരിച്ചു ചൂടാവും. അപ്പോഴാണ് നമ്മൾ അറിയണത് ഇവർക്ക് അത് ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മള് എന്താ പറയുന്ന, കൂടെ കുറച്ച് കൂട്ടുകാരെ കൂട്ടിയിട്ടുണ്ട്. നമുക്ക് ഏകദേശം മനസ്സിലായി എന്താണെന്ന്. അപ്പൊ അവരുടെ അടുത്ത് അവര് എന്നെ തിരിച്ചു പറയും, ഞാനും തിരിച്ചു പറയും. ആ ഒരു ഫ്രീഡം വേണം എല്ലാവരും. അതെ 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 അതെ. ഷജീർക്ക് ആഗ്രഹിച്ച് സിനിമയിലോട്ട് വന്ന ഒരാളാണോ, അതോ നാച്ചുറലി സംഭവിച്ചതാണോ സിനിമ എന്നുള്ള സംഭവം? സിനിമ ആക്ച്വലി ഒരു 20 വർഷം മുമ്പ് സിനിമാറ്റോഗ്രാഫി പഠിച്ചതാണ് ഇവിടെ കൊച്ചിയിൽ കേരള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രൈവറ്റ് ആയിട്ട് ചെയ്തതാണ്. അതിനുശേഷം പിന്നെ ഫ്രീലാൻസ് ആയിട്ട് കുറച്ച് വർക്കുകളൊക്കെ ചെയ്ത് ഇപ്പൊ ലാസ്റ്റ് 10 years ആയിട്ട് ഖത്തറിലായിട്ടൊരു പ്രൊഡക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല, അറിയാലോ. പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ മാറി ഇപ്പോഴാണ് ആ സമയം എത്തിയത്. ഇപ്പൊ ചെയ്തു. നിങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ എങ്ങനെയാ? ഇപ്പൊ സത്യം പറഞ്ഞാല് പിന്നെ വൈഫ് പറയും, നിങ്ങൾക്ക് ഈ ബിബിൻ ചേട്ടന്റെ പിന്നാലെ നടക്കാൻ അല്ലാതെ നോക്കുമ്പോഴോ ഒന്നില്ലെങ്കിൽ ഫുഡ് കഴിക്കാണേലും കൂടുതലുകൊണ്ടുള്ള ഒരു ഗുണം കിട്ടിയ നല്ലൊരു സുഹൃത്തിനെ എനിക്ക് കിട്ടി. നല്ലൊരു ഫുഡ് ഒക്കെ കഴിക്കാൻ പോകുമ്പോ പറ്റിയ നല്ലൊരു പാർട്ട്ണറാണോ ബിബിൻ ചേട്ടൻ? ഫുഡ് അടിക്കാൻ പോകുമ്പോ ബെസ്റ്റ് പാർട്ണർ, അത് ബ്രേക്ക്ഫാസ്റ്റ്. കഴിക്കാറുണ്ടോ ഏട്ടാ? നിർത്തി. ഞാൻ ഇപ്പൊ ഡയറ്റ് നോക്കുന്നോണ്ട് ഷവർമ കഴിക്കല് വളരെ കുറവാണ്. അത്ര കൊതി വരുമ്പോ ഈ പുള്ളിയുടെ കേസ് പറയുമ്പോഴേടോ, നമ്മള് അപ്രിസിയേഷൻ എന്ന് പറയുന്ന സാധനം നമ്മളെല്ലാവരും വളർത്താൻ വേണ്ടിയിട്ട്, അല്ലെ, ആരോടെ ഇപ്പൊ ഒരു പ്രോത്സാഹനം, നമ്മളൊരാൾ ചെറിയൊരു കാര്യം ചെയ്തപ്പോൾ അതിന് പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരും. അപ്പൊ നമ്മള് ഇദ്ദേഹത്തിന്റെ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ എന്ന് പറയുന്ന കുറെ കാര്യമുണ്ട്. അത് ഡയറക്ടേഴ്സ് ഇതായിട്ട് രണ്ടുപേരും നന്നായി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഊർജ്ജമുണ്ട് ആ കാര്യത്തില്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് പപ്പയായിട്ട് കൂടുതൽ അടുക്കാൻ കാര്യം. കാരണം ചില സാധനങ്ങൾ കണ്ടു കഴിയുമ്പോൾ അതിന്റെ ഡീറ്റെയിൽ ഒന്നും നമ്മളോട് പറയും, എടാ നീ ആ കണ്ണിങ്ങനെ കാണിച്ചില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തില്ലേ, അത് നന്നായിരുന്നു എന്ന് പറയുമ്പോൾ ആസ് എ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് സന്തോഷം തോന്നും, നമുക്ക് സ്നേഹം തോന്നും. അങ്ങനെ കൂടുതൽ കൂട്ടായത്. ഒരു കംപ്ലീറ്റ്ലി ഒരു ബാഡ് ഡേ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ആ ഒരു റൂട്ടീൻ എങ്ങനെയായിരിക്കും അത് മാനേജ് ചെയ്യുന്നത് മെറീന? ബാഡ് ഡേ റൂട്ടീനോ? അതായത് ഒരു കംഫർട്ട് റൂട്ടീൻ കാണുമല്ലോ. ഒരു ബാഡ് ഡേ കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് കോംപ്രമൈസ് ചെയ്യാനായിട്ട് നമുക്കൊരു കംഫർട്ട് റൂട്ടീൻ കാണുമല്ലോ. മെറീനയ്ക്ക് അങ്ങനെ ഒരു ബാഡ് ഡേ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഏതാ ഈസ്റ്റർ കഴിഞ്ഞ് നമ്മളൊന്ന് നമ്മുടെ അതുവരെയുള്ള ഒരു റൂട്ടീനൊക്കെ ഒന്ന് മാറിയിട്ട് ഞാൻ ഉദ്ദേശിച്ചത് അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്തെങ്കിലും ഇപ്പൊ ഒരു ദിവസം ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ടൊരു ദിവസം, ഭയങ്കര ഒരു ഷൂട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഒരു, നമുക്ക് പല ദിവസങ്ങളും ഗുഡ് ഡേ ആൻഡ് ബാഡ് ഡേ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു ബാഡ് ഡേ വന്നു കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എങ്ങനെയായിരിക്കും മെറീനയുടെ ഒരു റൂട്ടീൻ? അത് ഈ സിറ്റുവേഷൻ അതിനനുസരിച്ചാണ് കൂടുതലും പ്ലാൻ ചെയ്യുക. ഇപ്പൊ ഭയങ്കര എക്സോസ്റ്റഡ്, ഭയങ്കര ഉറക്കം, അങ്ങനത്തെ സീനാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉറങ്ങിത്തള്ളും, ഒരുപാട് നേരം ഉറങ്ങും. ഇല്ലെങ്കിൽ യാത്ര പോവും, ഇല്ലെങ്കിൽ ഞാൻ നല്ലൊരു സീരീസ് എടുത്തിട്ട് കാണും നെറ്റ്ഫ്ലിക്സിൽ. ഇതൊക്കെ കൊറിയനാണ്. ഏതാ ഫേവറേറ്റ് സീരീസ്? എമിലി ഇൻ പാരീസ്. സീരീസിന്റെ ഫാനാണ്. അത്യാവശ്യം കാണും, ഒരുപാടില്ല. ബട്ട് സീരീസിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ കുറച്ച് അഡിക്റ്റഡാ. ഫുൾ ഇരുന്ന് കാണും, അങ്ങനെ കാണും. അതായത് എനിക്കിങ്ങനെ ബ്രേക്ക് ചെയ്ത് കാണുന്നത്. എത്ര സീസൺ ഉണ്ടല്ലോ ഒരുമിച്ചിരുന്ന് ഒരു 3 days 4 daysന്റെ ഉള്ളിൽ. ഞാൻ ബ്ലാക്ക് മിറർ എന്ന് പറയുന്ന ഒരു സീരീസ് കണ്ടു. അപ്പൊ ഈ ബ്ലാക്ക് മിറർ ഇസ് ലൈക്ക് ഓരോ എപ്പിസോഡ്സും ഭയങ്കര സൈക്കഡലിക്സ് ആണ്. പക്ഷെ അതൊരു റിപ്പീറ്റഡ്ലി 3-4 ദിവസം കണ്ടിട്ട് എനിക്ക് മൊത്തത്തിൽ എന്റെ ഇത് പോയി. അത് വളരെ നല്ല സീരീസാണ്. കണ്ടിട്ടുള്ള ആൾക്കാർ, റെഫർ ചെയ്ത ആൾക്കാർ. ബ്ലാക്ക് മിറർ അതിപ്പോഴത്തെ നമ്മുടെ ഇപ്പൊ 2025 അല്ല, ഒരു
35-45 ടൈമിലേക്ക് ടെക്നോളജി വളരുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു സംഭവം. അപ്പൊ നമ്മള് ഫ്യൂച്ചർ ഇനി ഇങ്ങനെയാവുന്നൊക്കെ നമ്മൾ ചിലപ്പോ റിലേറ്റ് ചെയ്തു പോകും. അങ്ങനെ ഇനി ഇതാവുമ്പോ ഡാർക്ക് എന്ന് പറഞ്ഞൊരു ഇത് അതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി സൈക്കോ അല്ല, സൈക്കോ. ഞാൻ നിന്നെ ഇതാക്കാൻ വേണ്ടിട്ട് ഡാർക്ക് ഇട്ടത്, അതൊക്കെ കണ്ടു കഴിഞ്ഞു നീ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അഡോളസൻസ് ഉണ്ട് അത് കണ്ടു ഫുൾ കണ്ടൊരു കൊച്ചിനെ പിടിക്കുന്നതല്ല അത്. കുറച്ച് നീങ്ങിയിരുന്ന വേണമെങ്കിൽ. അപ്പൊ ഇത്രയും നല്ലൊരു മനസ്സിനുടമയായതുകൊണ്ട് എന്താണ് മെറീനയുടെ ലവ് ലാംഗ്വേജ്? ലവ് ലാംഗ്വേജ് ഇന്റിമസി എക്സ്പ്രസ് ചെയ്യാന്നുള്ളതാണ്. അതിനിപ്പോ അങ്ങനെ ഇന്ന കാര്യം എനിക്ക് പറയാനില്ല. എക്സ്പ്രസ് ചെയ്ത് കാണിക്കാം വാട്ട് എവർ ഐ ഫീൽ ലൈക്ക്. അങ്ങനെ ചേച്ചിക്ക് അങ്ങനെ ഒരു ലവ് ലാംഗ്വേജ് ഉണ്ടോ? എനിക്ക് ഹഗ് ചെയ്യലൊരു ലാംഗ്വേജ് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. പിന്നെ ആൾക്കാരെ ഇങ്ങനെ കവിളിൽ പിടിക്കുക, എൻ്റെ കവിളിൽ പിടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കൂടുതലിനെ കുറിച്ച് കൂടുതലായിട്ട് എന്തൊക്കെയാ പറയാനുള്ളത് ബിബി ചേട്ടന്? കൂടുതലൊരു മ്യൂസിക്കൽ യാത്രയും കൂടിയാണ്. അതായത് 8 പാട്ടുള്ള പാട്ടാണ് ഇപ്പൊ ഇറങ്ങിയ പാട്ടിനെക്കാളും മികച്ചതാണ് ബാക്കി എല്ലാ പാട്ടുകളും. ആ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ്. ഒരു പ്രണയത്തിന്റെ യാത്രയുണ്ട്, ഒരു ത്രില്ലർ മോഡുണ്ട്, പടത്തിൽ നല്ല ആക്ഷൻസ് ഉണ്ട്. എന്താ പറയുന്നത്, സൗഹൃദത്തിന്റെ, സ്നേഹത്തിന്റെ, പ്രണയത്തിന്റെ കൂടലാണ് ഈ പടം. മെറീന ഇപ്പോ ഈ ബിബിൻ ചേട്ടന്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്ത സമയത്ത് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു തിങ് എന്തായിരുന്നു നിങ്ങളുടെ ഈ കൂടൽ സെറ്റില്? അയ്യോ അത് ഭയങ്കര, അത് ഒന്നാമത് ഞങ്ങള് മറ്റേ അളിയ അല്ലെങ്കിൽ ബ്രോ ഫ്രണ്ട്സ് ചങ്സ്. അപ്പം അതിന്റെ ഇടയില് ജസ്റ്റ് നമ്മൾ പിക്ചേഴ്സിന് വേണ്ടിയിട്ടും പിന്നെ സീനിന് വേണ്ടിയിട്ടും നമ്മളെ അടുത്ത് കഷ്ടപ്പെടുമായിരുന്നു. ലൈക്ക് ഇവനാണെ എനിക്ക് പറ്റത്തില്ല, നിന്നെ കാണുമ്പോ എനിക്കൊരു പെൺകുട്ടിയായിട്ട് അതുണ്ട്. പിന്നെ ഇതിന് മുമ്പ് ഞങ്ങള് അമരക്ബർ ആന്റണിയിൽ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ സിനിമയിൽ ഇവർ എഴുതിയ സിനിമയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഇന്ദ്രേട്ടന്റെ പേരായിട്ട്. അപ്പം അന്ന് ജസ്റ്റ് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും സിനിമ കാണണം. സിനിമ എനിക്ക് സീനുകൾ അങ്ങനെ അപ്പൊ വളരെ മികച്ച സീനുകളായിരുന്നു. മെറീനയും പ്രൊമോഷന് കൊണ്ടുവരാൻ സിനിമാ ലോകം ഭയക്കുന്നുണ്ടോ? അതെന്താ അങ്ങനെ? മെറീന വാ തുറന്നാല് സ്പോയിലർ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മെറീന പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെയല്ല, മെറീന ഇപ്പൊ അവളുടെ ക്യാരക്ടറിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും ശരി. ചേച്ചി ഇപ്പൊ ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. മെറീനയുടെ ഒരു ക്വാളിറ്റി ഞാൻ പറയാം. അതായത് ഞാൻ ഇന്നലെ റേഡിയോയിൽ പറഞ്ഞു, നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തില് ചേച്ചി നമ്മളൊക്കെ, ഞാൻ ഭയങ്കര ഓപ്പൺ ആണ്, എനിക്ക് സെൻസറിങ് ഇല്ല സംസാരത്തില്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാ സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. താൻ കേൾക്കുന്നുണ്ടോ? താൻ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് സെൻസർ ഇല്ലാണ്ട് സംസാരിക്കാം. ചേച്ചി ഭയങ്കര ഓപ്പൺ ആയിട്ട് പറഞ്ഞാലാണ് നമുക്കതൊരു സന്തോഷം കിട്ടുള്ളൂ. ഇയാളും അതെ. വേണമെങ്കിൽ നമുക്കിതൊരു ഷുഗർ പാക്ക് ചെയ്ത് അഭിനയിക്കാം. സോഷ്യൽ മീഡിയയിലും അവളൊക്കെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, നമ്മൾ നല്ലവരായിരിക്കണ്ട, നല്ലവരായിട്ട് അഭിനയിച്ചാൽ മതി. പക്ഷെ എന്നാൽ പോലും നമ്മൾ അഭിനയിച്ചു കഴിയുമ്പോഴും നമ്മളെ തന്നെ ഈ ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമ്മളോടൊരു ഇഷ്ടക്കേട് തോന്നും. അതുകൊണ്ടാണ് ഓപ്പൺ ആയിട്ട് പറയുന്നത്. ഇപ്പൊ മെറീന അങ്ങനെ ഒരാളാണ്, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറഞ്ഞ ആളാണ്. ഞാനും അതെ. അതുകൊണ്ട് തന്നെ നമുക്കിത് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യത നമുക്കും അറിയാം. അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സംസാരിക്കുന്നത് കൊണ്ട് നല്ല ഫ്രണ്ട്ഷിപ്സ് ഒക്കെ പോയിട്ടുണ്ടോ? ഇഷ്ടംപോലെ. കാരണം അത് നല്ല ഫ്രണ്ട്ഷിപ്സ് അല്ലല്ലോ. നല്ല സുഹൃത്തുക്കൾ മീൻസ് നമ്മള് നല്ലതാന്ന് കരുതി ഇരിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ. അല്ല, സോഷ്യൽ മീഡിയ കാലത്ത് ഓപ്പൺ ആയിട്ട് പറയുന്നത് എപ്പോഴും പ്രശ്നമാണ്. ഇപ്പൊ എന്റെ മോളാണ് അനാർക്കലി, അറിയാലോ? അനാർക്കലി ആദ്യമൊക്കെ ഭയങ്കര ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഇന്റർവ്യൂസ് കൊടുക്കുന്നു. പക്ഷെ ഇപ്പൊ അവൾ അത് കുറച്ച് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അത് അവക്ക് തന്നെ പ്രശ്നമാണെന്ന് മനസ്സിലാവുന്നത്. സെൽഫായിട്ട് എടുത്ത ഡിസിഷൻ ആണോ അതോ സെൽഫായിട്ട് എടുത്തത്? ആരും അങ്ങനെ അതിനുവേണ്ടി ഇതൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് നമ്മൾ കുറെ കണ്ടു കഴിഞ്ഞാലും അല്ലെങ്കിൽ അനുഭവിച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് ഔചിത്യപൂർണ്ണമാവുക. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന്റെ പേര് എടുത്തിട്ട് ഒരു കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ പേര് ഒഴിവാക്കിക്കോ, നിനക്ക് നടന്ന ഇൻസിഡന്റ് നീ പറഞ്ഞാൽ മതി, പറഞ്ഞ പേര് ഒഴിവാക്കിക്കോ. അങ്ങനെയുള്ള ഔചിത്യങ്ങളില്ലേ, അത് ചെയ്താൽ മതിയായിരിക്കും.
എന്നാലും നമ്മളെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. അത് ഏത് പ്രോഗ്രാമാന്ന് കണ്ടുപിടിച്ചിരിക്കും. അത് ഏതാണ് അതിന്റെ ഡീറ്റെയിൽസും സിറ്റുവേഷനും നോക്കി പിന്നെ അതിന്റെ ഇത് വഴിച്ച് ഇതാണ് പ്രോഗ്രാം എന്ന് വരും. അപ്പൊ അങ്ങനെ വിഷമം തോന്നിയ ഇതുപോലെ പോയിട്ടുള്ള സൗഹൃദങ്ങളിൽ വിഷമം തോന്നിയിട്ടുള്ളത് ഉണ്ടല്ലേ? എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ എപ്പോഴും പറയും, എനിക്ക് ഒരുപാട് സുഹൃത്തു വലയം ഉണ്ടായിരുന്നവരാണ്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ ഞാൻ സത്യം പറയാം, ആഫ്റ്റർ അത് വെടിക്കെട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊന്ന് വേറെ രീതിയിലേക്കൊക്കെ ആയി. അപ്പൊ നമുക്ക് കുറച്ച് നമ്മളുടെ കൺമുമ്പിൽ ഉണ്ടായിരുന്ന പലരും ഒഴിഞ്ഞു പോകുന്നതും എല്ലാം നമ്മൾ കണ്ടു. പിന്നെ ഞാനും അതിലേക്ക് ഒതുങ്ങി, എനിക്ക് റിയാലിറ്റിയിലേക്ക് എത്തി. ഇപ്പൊ വളരെ ചൂസി ആയിട്ടൊരു കുറച്ച് കൂട്ടുകാർ, സന്തോഷം. അവരായിട്ട് ശത്രുതയില്ല, മറ്റവരായിട്ട് ഹാപ്പിയാണ്. എപ്പോ കാണുമ്പോൾ ഹാപ്പിയാണ്. പഴയ ഒരു ബോണ്ട് ഇല്ലെന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇപ്പം നമുക്ക് ട്രെൻഡിങ് ആയിട്ട് പോകുന്നുണ്ട് നമ്മുടെ സോങ്. അപ്പൊ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ബിജന്റെ സോങ് കൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? നമ്മള് ഷിബു പുലർക്കാഴ്ച എഴുതി ഷിബു സുകുമാരൻ മ്യൂസിക് ചെയ്ത കൂടലിലെ ആദ്യത്തെ പാട്ടാണ്. അന്തിമുല്ല പൂത്തേരാവിൻ ചന്തമേറയല്ലേ, മെല്ലെയൊന്ന് പുൽകാൻ വണ്ടായി കൂടെ വന്നതല്ലേ, കണ്ട നാള് തൊട്ടേ പെണ്ണെ കരളിനുള്ളിലല്ലേ, കനവിലെന്നുമെന്നും നിന്റെ ചാരെ വന്നിടില്ലേ, അരമണിയിലിങ്ങണ പുഞ്ചിരിയാലെ പുഞ്ചിടുന്ന പെണ്ണേ, കിലുകിലകിലുങ്ങണ കാൽക്കൊലുസാലെ കള്ളനോട്ടമെന്തേ, നെഞ്ചിൽ തുടിതാളമേളം കാട്ടുമുല്ലപ്പൂവേ, ഇന്നീരാവിലൊന്നു ചേര മാരിവില്ലിനഴകേ, അന്തിമുല്ല പൂത്തേരാവിൻ ചന്തമേറയല്ലേ, മെല്ലെയൊന്ന് പുൽകാൻ വണ്ട കൂടെ വന്നതല്ലേ. അപ്പൊ എന്തായാലും പാട്ട് ഹിറ്റായ പോലെ തന്നെ നമ്മുടെ സിനിമയും ഒരു അടിപൊളി സൂപ്പർ ഹിറ്റ് മൂവി ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.